പ്രേക്ഷകരെ ഏവർക്കും ഉത്രാടദിന ആശംസകൾ നേർന്നുകൊണ്ട് രുചിയോളം വിത്ത് പഴയണം നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ തിരുമേനി ഇന്ന് ഉത്രാട പാച്ചിലാണ്. നമുക്കറിയാം ആളുകളൊക്കെ ഇങ്ങനെ ഇപ്പൊ റോഡിൽ നോക്കിയാലും വീട്ടിലായാലും കടകളിലൊക്കെ ആയാലും ഇപ്പൊ എല്ലാവരും ഭയങ്കര റഷിലായിരിക്കും. പക്ഷെ എന്നാലും നാളത്തെ ഓണം, അതെ നാളത്തെ ഓണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. പക്ഷെ എന്നാലും ഒരു കാര്യമുണ്ട്, പഴയടം തിരുമേനിയുടെ ഒരു പായസ റെസിപ്പി ഒക്കെ കാണാനുള്ള സമയമൊക്കെ നിങ്ങൾ മാറ്റി വെക്കും എന്നറിയാം. അപ്പോൾ നമ്മളെന്തായാലും വിഷമിപ്പിക്കില്ല തിരുമേനി, ഇന്നും എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ തിരുമേനി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിയാൽ ഇപ്പോൾ നമ്മൾ സബ്ജി ഉണ്ടാക്കി വെറൈറ്റി ആയിട്ട്, വെജിറ്റേറിയൻസ് ലവേഴ്സിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക മന്തി ഉണ്ടാക്കി, ഗസി ഉണ്ടാക്കി കർണാടക സ്റ്റൈലില്, കുമ്പളങ്ങ പായസം ഉണ്ടാക്കി. അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോണേ? എല്ലാം കഴിഞ്ഞു. കുറെ നേരം നോക്കി ഞാൻ ഇന്നലെ മുതൽ കാണുന്നതാണ് ഈ ഏത്തക്കൊല തൂക്കിയിരിക്കുന്നത്. അപ്പൊ അത് ഏതാണ്ട് പഴുത്ത് റെഡി ആയിട്ടുണ്ട്. എന്നാൽ 3 പഴം എടുത്ത് നമുക്കൊരു പഴപ്പുറത്താൻ വയ്ക്കാം. ഇന്ന് പഴപ്പായസമാണ്. വെറുതെ അല്ല കത്തിയൊക്കെ വെച്ചോണ്ടിരിക്കുന്നത്. കത്തി എടുത്ത് അതെ, കത്തി ഇതുവരെ കാണാത്തൊരു സാധനമാണ് കത്തി. ഇവിടെ പെർമിഷൻ കിട്ടാണ്ടെങ്കിൽ പഴം എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് പഴം കൊണ്ടുള്ള ഒരു പായസം നമുക്ക് കാണാം. നമ്മുടെ പഴം കൊണ്ടുള്ള പായസം റെഡിയാക്കാനൊക്കെ 5 പഴുത്ത ഏത്തപ്പഴം എടുത്തേക്കാണ്. കുക്കറിൽ വേവിക്കാമെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അത് നമുക്ക് മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കാമെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും. ഇപ്പൊ തിരുവോണം എന്തായാലും എല്ലാവരും പൊടിക്കും. കാരണം പഴയടത്തിന്റെ വ്യത്യസ്തമായ പായസക്കൂട്ടൊക്കെയാണ്. അപ്പം നമ്മുടെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടും. ഈ പഴം കൊണ്ടൊക്കെ പായസമോ അല്ലെങ്കിൽ കുമ്പളങ്ങി കൊണ്ടൊക്കെ പായസം എന്നൊക്കെ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാട്ടോ. എല്ലാവരും ഇങ്ങനെ കണ്ടോണ്ടിരുന്നാൽ മാത്രം പോരാ, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുന്നവരൊക്കെ നമുക്ക് കമന്റ്സ് ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇത് വെച്ചിട്ട് ഇതിന്റെ അഭിപ്രായം കൂടി പറയണം കേട്ടോ. ഇതൊരു സ്വാഭാവികമായിട്ടും 1 കിലോയ്ക്ക് മുകളിലുണ്ട്. 100 കാണും. 1 ലിറ്ററിന് മുകളിൽ കിട്ടും. അപ്പൊ എന്തായാലും 10 പേർക്ക് സുഖമായിട്ട് കഴിക്കും. 1.5 ലിറ്ററോളം കിട്ടും. അത് ആദ്യം പഠിപ്പിച്ചാണല്ലോ, ഒരു കഷ്ണം വെച്ചാൽ അത് എന്തായാലും അത് വെള്ളം ഒഴിക്കാം. തീർച്ചയായിട്ടും 3 ദിവസം അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ എടുത്തുകൊണ്ട് മിക്സിക്കകത്ത് നല്ലോണം തരിയില്ലാണ്ട് അരച്ചു കൊണ്ടുവരും. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇപ്പം നമ്മൾ പഴം വെച്ചു, പഴം വേകുന്നതിന് നമുക്ക് ശർക്കര ഉരുക്കാം. നമ്മൾ 600 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. നമ്മുടെ ശർക്കര ഒന്ന് ഉരുകി കിട്ടാനുള്ള അളവിന് വെള്ളം കുറച്ച് കൂട്ടി ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ തിരുമേനി നമ്മുടെ ശർക്കര പാനിയായി. അതേ സമയത്ത് ഏത്തപ്പഴം റെഡിയായി. ഇപ്പം ഞാനൊന്ന് അടിച്ച് ശരിയാക്കും. മിക്സിയിൽ അരച്ചു കൊണ്ടുവരാം, തരിയില്ലാതെ അരച്ചു കൊണ്ടുവരാം. 5 ഏത്തപ്പഴം എടുത്തിരുന്നു. 1 കിലോ 100 ഗ്രാം കാണണം സ്വാഭാവികമായിട്ട്. 100 ഗ്രാം വരെ കണക്ക് പറയുന്നത്. 4 ഒരു 900 ഗ്രാമാ വരാറ്. പിന്നെ 5 100 കാണും. അപ്പൊ ഇത് കാരണം നമ്മൾ അതിൻ്റെ അകത്ത് ആ പഴം വേവിച്ചിട്ട് അടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ശരിക്കും മിക്സിക്കകത്ത് അരച്ചു കൊണ്ടെന്നാണ്. അത് നമുക്ക് 600 ഗ്രാം ശർക്കര ഉരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അരച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ശർക്കരയ്ക്ക് തീയിടാം. ഇതിൻ്റെ അകത്ത് പഴപ്രസാദിൻ്റെ അകത്ത് നമ്മൾ ജീരകപ്പൊടി മാത്രമേ ചേർക്കാറുള്ളൂ, വേറെ പൊടികളൊന്നും ചേർക്കാറില്ല. നമ്മുടെ ശർക്കര ഇങ്ങനെ പതഞ്ഞു വരുന്നുണ്ട്. ഈ പതഞ്ഞു വരുന്നതാണോ പരുവം തോന്നുന്നല്ലേ? നമുക്ക് അരച്ചു വെച്ച ഏത്തപ്പഴം ഇതിലെ വെള്ളം മുഴുവനും വറ്റണം. അതുവരെ ഇളക്കി കൊടുക്കണം അല്ലേ? എനിക്കൊരു വലിയ ഭാഗ്യമല്ലേ, കാരണം പഴയ തിരുമേനിയുടെ കൂടെ ഒക്കെ നിന്ന് പാചകം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതെ എനിക്കൊരു പ്രിവിലേജ് തന്നെയാ. ഓക്കെ, ഇത് നല്ലോണം കുറിക്കും. നമുക്കിതിൽ പാല് ചേർക്കാറ്. പക്ഷെ അതിന് നമുക്ക് ലേശം നെയ്യും കൂടി ചേർക്കാം. ഇവിടെ ഉത്രാട പാച്ചിലായിട്ടുണ്ട് കേട്ടോ. ഇനി പാച്ചില എല്ലാം പാച്ചിലായി. തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കുക. നെയ്യൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ വാർപ്പിന് പുറത്ത് തീ നിൽക്കണം എന്നാ പറഞ്ഞു. നമുക്ക് കുറച്ച് ഇത് കലക്കാൻ വേണം. ഈ കുറച്ച് ഒഴിക്കും. ജീരകപ്പൊടി നമ്മൾ ജീരകപ്പൊടി സ്പൂൺ കൊണ്ട് കലക്കി ചേർക്കാം. 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ ജീരകം തേങ്ങാപ്പാലുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. തൈര് കടയണ പോലെ 1 പാല്. 1 ഗ്ലാസ് 1 പാൽ ഒഴിച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് ഇല്ല, 1/2 ഗ്ലാസ്. ലേശം നെയ്യ് കൂടി ചേർക്കാം. ഇപ്പൊ നമ്മള് ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോകണ്ടേ? നമ്മള് നെയ്യ് അണ്ടിപ്പരിപ്പ് കൂടി വറുത്തിട്ട് പണി കഴിഞ്ഞു. നമ്മുടെ ഉത്രാടപ്പാച്ചിൽ അവസാനിക്കാറായി. തിരുവോണത്തിനാ.
മുന്തിരിങ്ങ ഇടുന്നില്ല എല്ലാവരും? മുന്തിരിങ്ങ ആസിഡ് ട്രീറ്റ്മെൻറ്റിൽ അധികം മുന്തിരിങ്ങ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് പുളിപ്പുണ്ടാവും. നമ്മൾ പായസത്തിൽ ഒഴിവാക്കാറ പതിവ്. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഇടുന്നതിന് കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷെ ഞാൻ ചേർക്കാറില്ല എന്ന് മാത്രം. നമ്മുടെ ഇലക്കൊന്നും ഇട്ടിട്ടില്ലല്ലോ? ഇതിനൊന്നുമില്ല. ഇതിന് ജീരകപ്പൊടി ചേർത്തില്ല. പഴപ്രധാനം ജീരകപ്പൊടി മാത്രമേ ചേർക്കുള്ളൂ, ഇലക്കല്ല. ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് കൈവിട്ടാലേ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അത് ശരിയാ. കാഴ്ചയിലൊരു കാര്യം ഉണ്ടല്ലോ അല്ലേ, രുചി അതിനെ ബാധിക്കല്ലോ. ടെക്സ്ചറിന്റെ ഒരു വലിയ കാര്യമുണ്ട്. കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി എന്ന് പറഞ്ഞാൽ കാത്തു വെച്ചിരുന്ന ഏത്തപ്പഴമാണ്. അത് നമ്മൾ എടുത്തിട്ട് ഈ ഓണക്കാലത്തെ വടക്കൻ കേരളത്തിലെ പഴനുറുക്ക് നിർബന്ധമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് പഴം നുറുക്ക് വേവിച്ചിട്ട് ആ പഴനുറുക്ക് പറയും. ഏത്തപ്പഴം നിർബന്ധമാണ്. മിക്കവാറും 4 ഓണത്തിനും പഴം വേണം, എസ്പെഷ്യലി തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ. അപ്പൊ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. നമ്മുടെ ഉത്രാട പായസമാണല്ലേ? ഉത്രാട പായസം, ഏത്തപ്പഴം വെച്ചിട്ടുള്ള പായസം. ഞാൻ കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കട്ടെ. നല്ല ടേസ്റ്റ്, നല്ല മധുരം. നമ്മൾ പഞ്ചസാര ഒന്നും ഇട്ടില്ല, നമ്മൾ ശർക്കര മാത്രമല്ലേ ഇട്ടുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ പ്രേക്ഷകരെ, എല്ലാവരും ഈ ഉത്രാട പാച്ചിലാണെന്ന് അറിയാം. നാളെ തിരുവോണമാണ്. എല്ലാവരും ഇങ്ങനെ ഓണം ബൈബിൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നിൽക്കുകയാണ്, നാളത്തെ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ നമ്മളും അവർക്കൊരു സർപ്രൈസ് കൊടുക്കണ്ടേ? അപ്പൊ നാളെ തിരുവോണ ദിനത്തിൽ ഒരു സ്പെഷ്യൽ വിഭവമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ. നാളെ കാണാം.